ഇയ്യോബിന്റെ പെൺകഴുതയും പതാകയവറാന്റെ കരച്ചിലും. ആവാത്ത വേലക്കാരെ സൂക്ഷിക്കുക എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാം അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഏതൊക്കെ രൂപത്തിലും ഭാവത്തിലും ഇവറ്റകളെ നമുക്കിന്ന് കാണാൻ സാധിക്കും. വചനം പറയുന്നു, ഇവന്മാരുടെ ദൈവം വയറ് എന്ന്. ഈ പൈശാചികദാസന്മാരുടെ വചന ശുശ്രൂഷകൾ എന്ന പേരിൽ നടത്തുന്ന പേക്കൂത്തുകളിൽ ഇവന്മാർ എന്തൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? അതെല്ലാം കേട്ട് സ്തോത്രം പറയുകയും തുള്ളിച്ചാടുകയും ചെയ്യുന്ന മുണ്ണക്കുഞ്ഞുങ്ങൾ. ദ്രവ്യദാസ തസ്കര സംഘത്തിൽ പ്രധാനിയാണ് ഉണ്ടക്കുഞ്ഞുമോൻ എന്നറിയപ്പെടുന്ന പതാക അവറാൻ, അല്ലെങ്കിൽ കുവൈറ്റ് അവറാൻ. കുവൈറ്റിൽ നിന്നും തീയയച്ച് കൊറോണയെ ഓടിച്ച അവറാൻ. അതുപോലെ ദേശീയ പതാകയിലെ കളറുകൾക്ക് പുതിയ അർത്ഥവ്യാപ്തി നൽകിയ പതാക അവറാൻ. ആ അവറാനെയും അവറാൻ്റെ അമർച്ചയെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മറക്കുവാൻ സാധ്യതയില്ല. ഇതൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും അവറാനെ. അകത്ത് പ്രകാശമുള്ളവനാണ് ഭാരതീയൻ. സ്തോത്രം. ഇനി ത്രിവർണ്ണ പതാക, മുകളിൽ കുങ്കുമം, അടിയിൽ പച്ച, നടുക്ക് വെള്ള. എന്താ കുങ്കുമം? ധീരതയെയും ത്യാഗസന്നദ്ധതയെയും സൂചിപ്പിക്കുന്നു. അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മുകളിൽ കാണുന്ന ഈ കുങ്കുമം. ഈ താഴെ കാണുന്ന പച്ച അതല്ല, അത് സസ്യസമ്പൂർണമായ ഭാരതഭൂമിയുടെ ഐശ്വര്യത്തെ സൂചിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച. പിടി കിട്ടിയോ? പക്ഷെ നടുക്കത്തെ വെള്ളയുണ്ടല്ലോ, അത് നമ്മളാ. മനസ്സിലായവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. വെള്ള നടുക്ക് വന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദേശീയ പതാകയുടെ നടുക്ക് വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. വെള്ള കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. ഈ ചക്രം ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ചിഹ്നം അശോക ചക്രം, അത് വെള്ളയില. അത് പച്ചയ്ക്കും കൊടുത്തില്ല, കുങ്കുമത്തിനും ദൈവം കൊടുത്തില്ല, അത് വെള്ളയ്ക്കാ തന്ന ഗ്ലോറി. ഇനി കേൾക്കണോ? അശോക ചക്രം എന്നാ അതിന്റെ പേര്. ശോകം ദുഃഖം, അശോകം ദുഃഖം മാറുവെന്ന്. അപ്പോൾ ദുഃഖം മാറണമെങ്കിൽ വെള്ള വരണം. നീ പച്ചയാണേലും വരണം, കുങ്കുമമാണേലും ദുഃഖം മാറണേ വെള്ള വരണം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രി നീ വെള്ളയിൽ വരണം. അതിന്റെ അർത്ഥം യേശുവിൽ വരണം. യേശുവിൽ വരാതെ നിനക്ക് പ്രകാശം കിട്ടുകയില്ല. ഇതോടെ ഈ മുതലിന്റെ കാര്യം തീർന്നു എന്ന് നാം കരുതിയെങ്കിലും തെറ്റി. ഈ ഉണ്ടക്കുഞ്ഞുമോൻ ഇപ്പോഴും ഇത്തരം വേദികളിൽ പെന്തക്കോസ്തുകാരെ കബളിപ്പിച്ച് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടക്കുഞ്ഞുമോൻ നടത്തിയ ഒരു പ്രസംഗം കാണുക. ഇയ്യോബിന് 500 പെൺകഴുതകൾ ഉണ്ടായിരുന്നത് എന്തിനായിരുന്നെന്ന് ഉണ്ടക്കുഞ്ഞുമോൻ വിശദീകരിക്കുന്നത് കേൾക്കുക. അത് കേട്ട് സൂത്രം പറഞ്ഞ് കൈയടിക്കുന്ന കുറെ പേരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇയ്യോബിന് 500 പെൺകഴുത ഉണ്ടായിരുന്ന ബൈബിളുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത. ബാംഗ്ലൂരിലുള്ള ഒരു IT പ്രൊഫഷണൽ, അയാളിപ്പോൾ ഫറോക്കിലുണ്ട്. ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ, ചുമ്മാ കള്ളം പറയാൻ പറ്റുമോ? യൂട്യൂബ് അടിച്ചാൽ കിട്ടും. ഫറോക്കിലുണ്ട്. അയാൾക്ക് 200 ചില്ലുവാനം പെൺകഴുതകളുണ്ട്. അയാൾ എന്തിന് പെൺകഴുതയെ മേടിച്ചു എന്ന് പത്രക്കാർ അയാളോട് ചോദിച്ചു. പറഞ്ഞു, ഇയ്യോബ് എന്തിനാണ് പെൺകഴുതകളെ വളർത്തിയെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാനത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, കഴുതയുടെ പാലിന് 1 ലിറ്ററിന് 5000 രൂപയാ. നിങ്ങളിപ്പോൾ എന്താ തീരുമാനം എടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും വളർത്തുപോ. സത്യത്തിൽ പലർക്കും അറിയില്ല. ഇയ്യോബിന് 500 പെൺകഴുത ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയില്ല. ഒരു ലിറ്റർ കഴുതയുടെ പാലിന് 5000 രൂപയാ. പക്ഷെ അത് ചായ ഇടാനല്ല ഉപയോഗിക്കുന്നത്. ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള അതിനേക്കാൾ വിലയേറിയ ഫേഷ്യൽ ക്രീമുകൾ ഉണ്ടാക്കാൻ കഴുതയുടെ പാല ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഫേഷ്യൽ ക്രീമിന് ഒരു ചെറിയ ഡപ്പായ്ക്ക് 10,000 രൂപ വിലയാ. ആമേൻ. അത് ദൈവം ഇയ്യോബിന് 500 പെൺകഴുതകളെ 1000 കൊടുത്തു. മക്കളെ, 2 പെൺകഴുതയെ വളർത്താൻ പപ്പായോട് പറ, ക്രീം ഉണ്ടാക്കാം. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സൂചിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സൂചിച്ചാട്ടെ. ഉണ്ടക്കുഞ്ഞുമോനെ,
എന്നാൽ നിനക്ക് 1000 കഴുതകളെ മേടിച്ചങ്ങ് വളർത്തിക്കൂടെ? നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ച് നടക്കുന്നതിൽ നിന്ന് നല്ലതല്ലേ 100 കഴുതകളെ വളർത്തുന്നത്? വളർത്തിയാൽ ഇതിലും നല്ല വരുമാനം കിട്ടില്ലേ? അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കച്ചവടമുണ്ട്, പറഞ്ഞു തരാം. ഫറോക്കിലെ ആ അണ്ണനെ പോലെ സ്റ്റെഫാനി എന്നൊരു സ്ത്രീയുണ്ട്. അവർ തൻ്റെ കീഴ്ശ്വാസം അഥവാ അധോവായു കുപ്പിയിലാക്കി വിറ്റ് ആഴ്ചയിൽ നേടുന്നത് 38 ലക്ഷം രൂപയാണ്. ഇത് സത്യമാണോ എന്നറിയുവാൻ ഗൂഗിളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റെഫാനി മാത്രമല്ല ഇപ്രകാരം നേട്ടങ്ങൾ കൊയ്യുന്നത്. കീശ്വാസരാജ്ഞി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ലഷ് ബൊട്ടാണിസ്റ്റ് എന്ന പേരുള്ള സ്ത്രീയും കീശ്വാസം വിറ്റ് ലക്ഷങ്ങൾ നേടുന്ന വ്യക്തിയാണ്. $25,000 ഇവർ ഇത്തരത്തിൽ നേടുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സൂത്രം പറഞ്ഞാട്ടെ, പക്ഷേ കഴുതയൊക്കെ വളർത്തണമെങ്കിൽ സ്വല്പം മിനക്കെടണം. ഇതാവുമ്പം വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കിട്ടുന്നത് വാരി വലിച്ച് തിന്നാൽ മാത്രം മതി. അത് കുപ്പിയിലാക്കി കൊടുത്താൽ നിന്നെ ശ്രമിക്കുന്ന മൊണ്ണകൾ അതും വലിയ വില കൊടുത്ത് മേടിച്ചു കൊണ്ട് പോവുകയും ചെയ്യും. ചുമ്മാ പോകുമ്പോൾ 2 സൂത്രം പറയുകയും ചെയ്യും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത്തരം കള്ളപ്രവാചകന്മാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവം കൽപ്പിക്കാത്ത വചനം ദൈവത്തിൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുന്നവൻ കള്ളപ്രവാചകൻ എന്ന് ആവർത്തന പുസ്തകം 18:20 പറയുന്നു. അവന് ശിക്ഷ മരണം. ഒരുവൻ പ്രവചിക്കുമ്പോൾ അത് ദൈവം അരുളി ചെയ്തതാണോ എന്ന് എങ്ങനെ അറിയാം? അവൻ പറയുന്നത് ഒത്തുവരാതിരിക്കുകയും അത് സംഭവിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളപ്രവാചകൻ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ അവൻ്റെ വചനം നിവർത്തിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രവാചകൻ. അല്ല എന്നുണ്ടെങ്കിൽ കള്ളപ്രവാചകൻ എന്ന് ഇരമ്യ 28:9 പറയുന്നു. ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് പ്രവചിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകൻ, അല്ലാത്തവൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവചിക്കുന്നവൻ എന്ന് 2 പത്രോസ് 1:20 പറയുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ സഭയ്ക്കോ വ്യക്തികൾക്കോ ആത്മീയ വർധനയും പ്രബോധനവും ആശ്വാസവും ഉണ്ടാകുന്നു എന്ന് 1 കൊരിന്ത്യർ 14:3 പറയുന്നു. അല്ലാത്തവൻ കലക്കവും ഭിന്നിപ്പും ഉണ്ടാക്കുന്നു. കള്ളപ്രവാചകന്മാരെ അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയാം. ദൈവവചനത്തിൻ്റെ അനുസരണത്താൽ ഉളവാകുന്ന ആത്മഫലങ്ങൾ ഇല്ലാത്തവർ കള്ളപ്രവാചകന്മാർ എന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ വരവിനെയും അതിൻ്റെ ലക്ഷണത്തെയും മറിച്ച് പ്രസംഗിക്കുന്നവരും ആ നിലകളിലുള്ള അത്ഭുതങ്ങളും ചെയ്യുന്നവർ കള്ളപ്രവാചകന്മാർ എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.